ദൈവകരങ്ങളിൽ നിന്ന് ദൈവം നൽകിയിട്ടുള്ള ക്ലേശങ്ങളെയും കുരിശുകളെയും സ്വീകരിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് കുരിശിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ പാടുമ്പോൾ സ്തോത്രഗീതം ആലപിക്കുമ്പോൾ ഒലിവുമലയിൽ ഗത്സമനയിൽ നിശ്ചയമായും ദൈവദൂതന്മാരുടെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുമെന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം, നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ക്രമീകരിക്കാം. അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായി എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, യേശുവേ, അങ്ങയുടെ മനോഭാവത്തോട് എൻ്റെ മനോഭാവത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് യേശുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നീ ആരാണെങ്കിലും നിന്റെ തൊട്ടടുത്ത് ദൈവമായ കർത്താവ് ഈ രാത്രിയിലുണ്ട് എന്ന് ഓർക്കുക. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വേദനകൾ കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ദുഃഖങ്ങൾ, സ്വകാര്യ വേദനകൾ, കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, ഇതെല്ലാം അറിയുന്ന ഒരു കർത്താവ് നിന്റെ അടുത്തുണ്ട്. ഒരുപക്ഷെ നീ യോസേപ്പിനെ പോലെ കാരാഗൃഹത്തിലായിരിക്കാം. നിഷ്കളങ്കനായ നീ ഇന്ന് കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. രാത്രിയുടെ യാമങ്ങളിൽ നീ പൊട്ടിക്കരയുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, ദൈവം നിന്റെ തൊട്ട് അടുത്തുണ്ട്. കാരാഗൃഹത്തിൽ നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ ജോസഫിനെ ഈജിപ്തിൻ്റെ അധികാരിയായി ഉയർത്തിയ കർത്താവ് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുവാനായിട്ടുണ്ട് എന്ന് ഓർക്കുക. കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നുപോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഈജിപ്തിൻ്റെ അധികാരിയായി ഉയർത്തപ്പെടുകയില്ലായിരുന്നു. വരുന്ന നാളുകളിൽ ദൈവം നിനക്ക് നൽകുവാൻ പോകുന്ന വലിയൊരു മഹത്വമുണ്ട്. അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളെ വിശ്വാസത്തിൽ ഇപ്പോൾ മുന്നിൽ കാണുക. കർത്താവേ, കാരാഗൃഹത്തിൻ്റെ അനുഭവത്തിൽ അങ്ങയെ കാണുവാനായി, കർത്താവേ, കഷ്ടതയിലും സ്തുതി പാടുവാനായി അങ്ങയുടെ ആത്മാവിനെ ഈ രാത്രിയിൽ എന്നിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എവിടെയായിരുന്നാലും ഈ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം, എന്നെ അനുഗ്രഹിക്കുന്നവനായ യേശുവിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച് അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിക്കൊണ്ട് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വാഗ്ദാനമനുസരിച്ച് ലോകത്തിന്റെ അവസാനം വരെ നിന്റെ കൂടെയായിരിക്കുന്നു. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്ത ആ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് ഓർക്കുക. നിന്റെ കുടുംബത്തിലേക്ക് നിമിഷം വിളിക്കുക. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് വിളിക്കുക. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുവാനായിട്ട് വിളിക്കുക. അവരുടെ തകർന്ന സ്വഭാവത്തിലേക്ക്, അവരുടെ വീഴ്ചയിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുക. രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്ന കർത്താവിലേക്ക് ഹൃദയമുയർത്തുക. ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുക. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, അങ്ങേക്ക് മാത്രം നൽകുവാൻ സാധിക്കുന്ന നിലനിൽക്കുന്ന ആനന്ദത്താൽ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, എൻ്റെ മനസ്സിനെ നിറയ്ക്കണമേ. ലോകത്തോടുള്ള ആസക്തി എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കുടുംബത്തിലുള്ള സകല സാഹചര്യങ്ങളെയും, ജീവിത പങ്കാളിയെയും, മക്കളെയും, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ഉയർത്തിക്കൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തി ശാന്തമായ സ്വരത്തില് മനസ്സുയർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. മനസ്സിനെ ഒരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും.
ജീവിതത്തിലുള്ള എല്ലാ പരാതി ഉപേക്ഷിക്കുക. ദൈവത്തോടുള്ള ചോദ്യങ്ങൾ ഉപേക്ഷിക്കുക. ശാന്തമാവുക. ദൈവം നിന്റെ അടുത്തുണ്ടെന്ന് തിരിച്ചറിയുക. എല്ലാ പരാതികളും പിറുപിറുപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കുന്നുള്ള ശക്തമായ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടെ ഗാനം ആലപിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവം നിന്നോട് പറയുന്ന ഈ വാക്യം ശ്രദ്ധിക്കുക. കുഞ്ഞേ, നീ പാതാളത്തോളം താഴ്ത്തപ്പെട്ടെങ്കിൽ നീ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട. ആകാശത്തോളം നിന്നെ ഉയർത്തുവാൻ സാധിക്കുന്ന സർവശക്തനാണ് ഞാനെന്ന് നീ തിരിച്ചറിയുക. ഒരിക്കൽ കൂടെ അവിടുത്തെ സ്നേഹമുള്ള സ്വരം ശ്രവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞേ, ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഹല്ലേലൂയ. ദൈവമുയർത്തും. ഉയർച്ചയുടെ അനുഭവങ്ങളെ ദൈവമുയർത്തും. ഹല്ലേലൂയ. ആകാശത്തോളം കഷ്ടതയിൽ സ്തുതി പാടുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. 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 യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. എല്ലാ പരാതിയും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കണമേ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ കർത്താവേ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കൊടുങ്കാറ്റുകളും അങ്ങയുടെ സാന്നിധ്യത്താൽ ശാന്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മർദ്ദകരേർത്തി ഹല്ലേലൂയ. 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 ദൈവം ആഗ്രഹിക്കുന്ന ഈ മനോഭാവത്തോടെ കർത്താവിൻ്റെ വലിയ കൃപകൾക്കായി അനുഗ്രഹമാരിക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.